വെൽക്കം ടു എസ്കേസ് ക്രിയേറ്റീവ് ഇംഗ്ലീഷ്. തെറ്റുകൾ വരുത്തുന്നത് ഒരു തെറ്റേയല്ല, എന്നാൽ തെറ്റുകൾ തിരുത്താതിരിക്കുന്നത് വലിയ തെറ്റാണ്. ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അശ്രദ്ധ കൊണ്ട് വരുത്തുന്ന ചില തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ പറഞ്ഞാൽ നമ്മൾ അയാൾ എക്സാം പാസ്സായി എന്ന് പറയാൻ ഹി പാസ്ഡ് ഔട്ട് ഇൻ ദ എക്സാം എന്ന് പറയാറുണ്ട്. അതൊരു വലിയ തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാറില്ല. ഹി പാസ്ഡ് ഔട്ട് ഇൻ ദ എക്സാം എന്ന് പറഞ്ഞാൽ അയാൾ എക്സാം ഹാളിനകത്ത് ബോധം കെട്ട് വീണു എന്നാണ് പാസ്ഡ് ഔട്ട് എന്നതിൻ്റെ മീനിങ്. ഹി പാസ്ഡ് എക്സാം എന്ന് പറഞ്ഞാൽ മതിയാകും. രണ്ടാമത്തെ ഒരു ബിഗ് മിസ്റ്റേക്ക്, ഒരു വലിയ തെറ്റാണ്, ഞാൻ തെറ്റ് ചെയ്തു, ഐ ഡിഡ് എ മിസ്റ്റേക്ക് എന്ന് പറയുകയോ എഴുതുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റാണെന്ന് മനസ്സിലാക്കുക. അതൊരു മിസ്റ്റേക്കാണ്. യു ഓൾവേസ് സേ ലൈക്ക് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു എന്നത് മെയ്ഡ് എ മിസ്റ്റേക്ക് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ അത് ശരിയായി. മൂന്നാമത്തത്, മീ ആൻഡ് മൈ ഫ്രണ്ട്സ് ഹാഡ് എ പാർട്ടി ലാസ്റ്റ് നൈറ്റ്. എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. മീ ആൻഡ് മൈ ഫ്രണ്ട്സ് കേൾക്കുമ്പോൾ ഇതിൽ തെറ്റൊന്നും തോന്നുന്നില്ല. പക്ഷേ മീ ആൻഡ് മൈ ഫ്രണ്ട്സ് എന്നല്ല ഇവിടെ പറയേണ്ടത്, മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ എന്നാണ്. അപ്പോൾ നമ്മളെയും കൂടെ ചേർത്ത് ഒരു സബ്ജക്റ്റ് ആൻഡ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഐ എന്നത് രണ്ടാമത് വേണം പറയാൻ. അപ്പോൾ അതെങ്ങനെ ശരിയാക്കാം? മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ ഹാഡ് എ പാർട്ടി ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നതാവും ഏറ്റവും ഭംഗി. മറ്റൊന്ന്, ഞാൻ നിങ്ങൾ പറയുന്നതിനോട് യോജിക്കുന്നു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ആം എഗ്രി എന്ന് ആരെങ്കിലും ആവേശത്തിൽ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് കേട്ടോ. ഐ എഗ്രി എന്ന് പറയണം. അതല്ലെങ്കിൽ യു ആർ റൈറ്റ്, അബ്സല്യൂട്ട്ലി എന്നിങ്ങനെ പറഞ്ഞാലും മതിയാവും. മറ്റൊരു സെൻറ്റൻസ് ശ്രദ്ധിക്കുക. രണ്ട് സെൻറ്റൻസസ് ഞാൻ പറയാം. ഹി വെൻറ്റ് ടു ദ സ്കൂൾ, അത് ഒന്നാമത്തെ സെൻറ്റൻസ്. ഹി വെൻറ്റ് ടു സ്കൂൾ, എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്? ഇതിൻ്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. ഹി വെൻറ്റ് ടു ദ സ്കൂൾ എന്ന് പറയുമ്പോൾ ഹി വെൻറ്റ് ടു സ്കൂൾ ഫോർ PTA മീറ്റിംഗ്. ഒരു PTA മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ദ സ്കൂൾ എന്ന് ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വെച്ചിട്ട് ഹി വെൻറ്റ് ടു ദ സ്കൂൾ ഫോർ എ PTA മീറ്റിംഗ്. എന്നാൽ പഠിക്കാനായിട്ടാണ് പോകുന്നതെങ്കിൽ ഹി വെൻറ്റ് ടു സ്കൂൾ എന്ന് മതിയാവും. ഹി വെൻറ്റ് ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ മതിയാവും. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കണം. പലപ്പോഴും പല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതായത് സ്കൂളിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ വെൻറ്റ് ടു സ്കൂൾ എന്ന് മതി. ഇനി വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ പോകുന്നതെങ്കിൽ വെൻറ്റ് ടു ദ സ്കൂൾ എന്ന് ചേർക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ശരിക്കുള്ള പേരെന്താ? ഒരാൾ എന്നോട് ചോദിച്ചു, വാട്ട്സ് യുവർ ഒറിജിനൽ നെയിം? ഈ ഒറിജിനൽ നെയിം ഡ്യൂപ്ലിക്കേറ്റ് നെയിം ഒന്നുമില്ല. വാട്ട്സ് യുവർ ഒറിജിനൽ നെയിം എന്നല്ല ചോദിക്കേണ്ടത് അവിടെ. വാട്ട്സ് യുവർ ആക്ച്വൽ നെയിം എന്നതായിരിക്കും ശരി. വാട്ട്സ് യുവർ ആക്ച്വൽ നെയിം എന്നാണ് ശരിയായി ചോദിക്കേണ്ടത്. ഒറിജിനൽ നെയിം അല്ല, ആക്ച്വൽ നെയിം. ഫോർ എക്സാമ്പിൾ, O. ഹെൻറി എന്ന എഴുത്തുകാരൻ്റെ ആക്ച്വൽ നെയിം വില്യം സിഡ്നി പോർട്ടർ എന്നാണ്. O. ഹെൻറി എന്നത് അദ്ദേഹത്തിൻ്റെ സിനോണിമാണ്, അല്ലെങ്കിൽ പെൻ നെയിമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 5 കാര്യങ്ങളാണ്. 5 ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്, തിരുത്തപ്പെടേണ്ട കാര്യങ്ങളാണ്. എപ്പോഴെങ്കിലും ശരിയായി ഉപയോഗിക്കാതിരിക്കുമ്പോൾ അത് തിരുത്തേണ്ട കാര്യങ്ങളാണ്. ഇത് മത്സര പരീക്ഷകൾക്കും അതുപോലെ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് മാത്രം പറയുന്നു. ദാറ്റ്സ് ഓൾ.